ഓഗസ്റ്റ് 29-30 ഇവിടെ മോത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. മോത്ത് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഫുഡ് ഫെസ്റ്റിവൽ. ഇതിൽ ഹൊഫ്തെ സെൻട്രം ഭാഗത്ത് ഇതുപോലത്തെ ഫുഡിൻ്റെ സ്റ്റാളുകളും അറീന ഹൗദെ ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള റൈഡ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ്. കുറേ ടൈപ്പ് ഓഫ് ഫുഡ്സിൻ്റെ സ്റ്റാൾസ് ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. കുട്ടികൾ തൊട്ട് വലിയവർ വരെ ഒരുപാട് പേരിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കുറേ ബെഞ്ചുകൾ സെൻട്രത്തിൽ തന്നെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. സോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സാധനം കണ്ടത്. എന്തൊരു ക്രൂരതയാണല്ലേ ആ മുഖത്ത്. പാവം ആ ക്രൂരനാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഓരോ പീസ് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊന്നും നോക്കിയില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണല്ലോ. അപ്പോൾ ആമി പറയുന്നത് അത് മാഷാൻ്റെ പേരിലെ ബെയറാണെന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വേറൊരു സ്റ്റാളിലെത്തി. ഇവിടെ ഓർഗാനിക്കായിട്ട് ഇവർ തന്നെ ഫാമിൽ കൃഷി ചെയ്ത വെജിറ്റബിൾസ്, ഹണി അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗെയിം കണ്ടു. 3 ബോൾസ് ആ ക്ലോസറ്റിനകത്തേക്ക് വീഴ്ത്തിയാൽ നമുക്കിവരൊരു ഗിഫ്റ്റ് തരും. ഇത് ഹൊഫ്തെ പോസ്റ്റാദർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ഹൗസിംഗ് കമ്പനിയാണ്. നമ്മൾ അതിന്ന് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്തു. ലിപ്സ്റ്റിക്ക് എന്ന് അവർ പറഞ്ഞെങ്കിലും അത് ലിപ് ബാം ആയിരുന്നു. പക്ഷെ കിട്ടിയതായല്ലോ. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സാന്നിധ്യം അറിയിക്കാനായിട്ട് ബോംബെ മസാലയുടെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു. നല്ല ഹിന്ദി പാട്ടൊക്കെ വെച്ച് അടിപൊളി ആംബിയൻസിലാണ് അതുണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ കൂടുതലും കഴിക്കുന്നത് ഇവിടുത്തെ ആളുകളാണ്. അങ്ങനെ നടന്ന് അവസാന ഭാഗത്തേക്ക് എത്താറായി. ഈ ഒരു സ്റ്റാളിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ നടന്നപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെയും ഒരു സ്റ്റാൾ കണ്ടു. ഞാനത് എന്താണെന്ന് നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് സൂം ചെയ്തെടുത്തു. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴും ആമയുടെ സ്പീഡൊക്കെ കുറച്ച് കുറഞ്ഞു. ബലൂൺ വേണം, അതുപോലെ ഈ ആപ്പിൾ ലൂലി വേണം, ഗ്ലുപ്പ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരി കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും തൊടാൻ പറ്റില്ല, ഭയങ്കര പൈസയാണ്. അങ്ങനെ ആളുകളൊക്കെ തിന്നത് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ